ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സഹകാര്യ റൈസിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത് മത്സര പരീക്ഷകൾക്ക് വേൾഡ് ജിയോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ആദ്യം ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത് എന്നൊരു ഐഡിയ ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതിനുശേഷം നമ്മൾ ഈ ടോപ്പിക്ക് മുഴുവൻ പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയുവാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ ടോപ്പിക്ക് എന്ത് ചെയ്യണം, പഠിച്ചങ്ങ് തീർക്കണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സഹകാര്യ റൈസിൻ്റെ ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏത്? ഓപ്ഷൻ അയണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങളാണ് ശരി? ഓസോണുമായി ബന്ധപ്പെട്ട് ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള വാചകങ്ങൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പഠിക്കുവാനായി പോകുന്നത് എന്താണ് അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്നുള്ള വസ്തുതയാണ്. ശ്രദ്ധിക്കുക, എന്താണ് അന്തരീക്ഷം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അന്തരീക്ഷം എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിനെ, ഭൂമിയെ കവേർഡ് ചെയ്യുന്ന നമ്മുടെ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വാതകങ്ങളുടെ ഒരു സമുച്ചയം, പുതപ്പിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? അന്തരീക്ഷം. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ ആൻഡ് ഗ്യാസസ് സറൗണ്ടിങ് ദി എർത്ത്, ഭൂമിയെ സറൗണ്ട് ചെയ്യുന്ന, കവർ ചെയ്യുന്ന എന്ത്? വായുവിൻ്റെയും വാതകങ്ങളുടെയും ഒരു സമുച്ചയം, പുതപ്പിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? അന്തരീക്ഷം. അപ്പം എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത്? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന, ഭൂമിയെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എന്തിൻ്റെയൊക്കെ ഘടകങ്ങൾ? വായുവിൻ്റെയും എയറിൻ്റെയും ഗ്യാസസിൻ്റെയും വാതകങ്ങളുടെയും സമുച്ചയത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? അന്തരീക്ഷം. ഇത് ശ്രദ്ധിക്കാൻ നമുക്കൊരു കാര്യം അറിയാം. വിത്തൗട്ട് ആൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം ഇല്ലെങ്കിൽ നമ്മുടെ സ്കൈ, നമ്മുടെ ആകാശം എന്ത് നിറമായിരിക്കും എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അന്തരീക്ഷം എന്ത് നിറമായിരിക്കും? കറുത്ത നിറമായിരിക്കും. എന്താ പറഞ്ഞത്? വിത്തൗട്ട് ആൻ അറ്റ്മോസ്ഫിയർ ദ സ്കൈ വുഡ് ബി ബ്ലാക്ക്. അന്തരീക്ഷം ഇല്ല എങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? കറുത്ത നിറമായിരിക്കും. ഏത് നിറമായിരിക്കും? കറുത്ത നിറം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വാതകത്തിന്റെ അല്ലെങ്കിൽ വായുവിന്റെ പുതപ്പ്, വായുവിന്റെയും വാതകങ്ങളുടെയും പുതപ്പ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? അന്തരീക്ഷം. അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശം ഏത് നിറമായിരിക്കും? ഇരുണ്ട നിറത്തിലായിരിക്കും. ഏത് നിറത്തിലായിരിക്കും? ഇരുണ്ട നിറം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഡെൻസിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഡിക്രീസസ് റാപ്പിഡ്ലി വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അതായത് അന്തരീക്ഷ സാന്ദ്രത എപ്പോൾ കുറയുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഉയരം കൂടുന്നതനുസരിച്ച്. എന്ത് കൂടുന്നതനുസരിച്ചാണ്? ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അന്തരീക്ഷ സാന്ദ്രത എന്ത് ചെയ്യുന്നത്? കുറയുകയാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, വിപരീത അനുപാതമാണ് എന്നുള്ള വസ്തുത ആലോചിച്ച് വയ്ക്കുക. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ? ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ് പറഞ്ഞത്? ആൾട്ടിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യോടാ? ദ ഡെൻസിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ എന്ത്? ഡെൻസിറ്റി, സാന്ദ്രത എന്ത് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമിയുടെ അന്തരീക്ഷ മാസിന്റെ, അറ്റ്മോസ്ഫിയർ മാസിന്റെ 99% കൂടുതലായി വ്യാപിച്ചിരിക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് കാണപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ആദ്യ 32 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. പറഞ്ഞ കാര്യം, 99% ഓഫ് ദി total mass of the atmosphere is concentrated in its first 32 kilometers. ഭൂമിയുടെ അന്തരീക്ഷ ഭാരത്തിന്റെ 99% കോൺസെൻട്രേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് ആദ്യ എത്ര കിലോമീറ്ററിലാണ്? ആദ്യ 32 കിലോമീറ്ററിലാണ് എന്നുള്ള വസ്തുത ആലോചിച്ചിരിക്കുക, മറക്കരുത്. പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വാതകത്തിന്റെയും വായുവിന്റെയും പുതപ്പ് അറിയപ്പെടുന്ന പേരാണ് അന്തരീക്ഷം. വിത്തൗട്ട് ആൻ അറ്റ്മോസ്ഫിയർ ദ സ്കൈ വുഡ് ബി ബ്ലാക്ക്. അന്തരീക്ഷം ഇല്ല എങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും, കറുത്ത നിറമായിരിക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താ?
ഭൂമിയുടെ സാന്ദ്രത എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് അന്തരീക്ഷ സാന്ദ്രത എന്ന് പറയുന്നത് ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യോടാ കുറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പറഞ്ഞു 99% അന്തരീക്ഷ ഭാരവും കൂടുതലായി വ്യാപിച്ചിരിക്കുന്നത് ആദ്യ എത്ര കിലോമീറ്ററിലാണ്? 32 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. ഇത്ര വസ്തുതകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത പറയാനായിട്ട് പോകുന്നത് ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത പഠിക്കേണ്ട കാര്യം അന്തരീക്ഷ മർദ്ദത്തെയും ഉയരവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഉയരമായാലും ഹൈറ്റ് ആയാലും ടെമ്പറേച്ചർ താപനില ആയാലും വാട്ടർ കണ്ടന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ കാൾഡ് ഹ്യൂമിഡിറ്റി ആർദ്രതയായാലും ഏതൊക്കെ ഘടകങ്ങളാണ് പറഞ്ഞേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെയാണ് പറഞ്ഞേ? ഒന്ന് ഞാൻ പറഞ്ഞ ആൾട്ടിറ്റ്യൂഡ് ഉയരമാണ് പറഞ്ഞല്ലേ. 2 ഏതാ ഞാൻ പറഞ്ഞേ? ടെമ്പറേച്ചറാണ് പറഞ്ഞേ, താപനിലയെക്കുറിച്ചാണ് പറഞ്ഞേ. 3 ഏതാ ഞാൻ പറഞ്ഞേ? ഏതാ? ടെമ്പറേച്ചർ, ഹൈറ്റ്, ദെൻ ഏതാ പറഞ്ഞേ? ഹ്യൂമിഡിറ്റി ആർദ്രത. ഈ 3 ഘടകങ്ങളും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, വിപരീത അനുപാതത്തിൽ തന്നെയാണ്. അതായത് അന്തരീക്ഷ മർദ്ദം കുറയുമ്പോൾ ഉയരം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? അന്തരീക്ഷ മർദ്ദം കൂടുമ്പോഴത്തേക്ക് ഉയരം എന്ത് ചെയ്തിരിക്കണം? കുറഞ്ഞിരിക്കണം. ഉയരം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതായത് അന്തരീക്ഷ മർദ്ദത്തെ ഉയരവും താപനിലയും ആർദ്രതയും ഈ 3 ഘടകങ്ങളും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ചോദിച്ചാൽ പറയണം വിപരീത അനുപാതത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. ഏതൊക്കെ ഘടകങ്ങളാണ്? ഉയരം, താപനില, ആർദ്രത. ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. കീലിംഗ് കർവിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് കീലിംഗ് കർവ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. കീലിംഗ് കർവിനെ കുറിച്ച് ശ്രദ്ധിക്കുക. കീലിംഗ് കർവ് എന്ത് റെക്കോർഡ് ചെയ്യുവാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കീലിംഗ് കർവ് ഈസ് എ ഗ്രാഫ് ദാറ്റ് റെക്കോർഡ്സ് ദ വേരിയേഷൻ ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വേരിയേഷൻ്റെയും കുറിച്ച് വേരിയേഷൻ എത്രയാണെന്ന് റെക്കോർഡ് ചെയ്യുന്ന ഉപകരണം, അത് കണക്കാക്കുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഏത്? കീലിംഗ് കർവ്. ഏതാണ്? കീലിംഗ് കർവ്. അപ്പോൾ കീലിംഗ് കർവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വേരിയേഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കീലിംഗ് കർവാണ്. ഏതാണ്? കീലിംഗ് കർവ്. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ മേഖലയിൽ പറഞ്ഞത് അന്തരീക്ഷ മർദ്ദവും ഉയരവും തമ്മിൽ എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വേരിയേഷൻ റെക്കോർഡ് ചെയ്യുന്ന ഗ്രാഫ് അറിയപ്പെടുന്ന പേരാണ് ഏതാ? കീലിംഗ് കർവാണ്. ഏതാണ്? കീലിംഗ് കർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച വസ്തുതകൾ നിങ്ങൾ ആദ്യം മുതൽ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ആദ്യം പഠിച്ചത് അന്തരീക്ഷ മർദ്ദം എന്താണ് അന്തരീക്ഷം എന്നുള്ള വസ്തുതയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം പഠിച്ചത്. എന്താണ് അന്തരീക്ഷം? അറ്റ്മോസ്ഫിയർ. അതിനുശേഷം അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത പഠിച്ചത് അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശം ഏത് നിറമായിരിക്കും എന്നുള്ള വസ്തുത. ദെൻ അതിനുശേഷം അന്തരീക്ഷ മർദ്ദവും ഉയരവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ. അതിനുശേഷം കീലിംഗ് കർവിനെ കുറിച്ചുള്ള വസ്തുതകൾ. ദെൻ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസിനെ കുറിച്ചാണ്. അതായത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് അന്തരീക്ഷ വാതകങ്ങളുടെ തരംതിരിവിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ്? അന്തരീക്ഷ വാതകങ്ങളുടെ തരംതിരിവിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ അന്തരീക്ഷ വാതകങ്ങളുടെ തരംതിരിവിനെ കുറിച്ച് നമുക്ക് പ്രധാനമായും അന്തരീക്ഷത്തിൽ എന്തൊക്കെ വാതകങ്ങളുണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിൽ ആദ്യം പറയണം കമ്പോസ്ഡ് ഓഫ് ഗ്യാസസ്. പലതരം ഗ്യാസസ് വാതകങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ വേപ്പർ ഉണ്ട്, ജലബാഷ്പമുണ്ട്, ദെൻ പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്, കുറച്ച് മറ്റ് അവശ്യ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ഘടകങ്ങളുണ്ട്, അതിസൂക്ഷ്മ ഘടകങ്ങളുണ്ടല്ലേ. ദെൻ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെ അറ്റ്മോസ്ഫിയറിക് വാതകങ്ങളെ നമുക്ക് പ്രധാനമായും 2 ആയിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 2 ആയിട്ട്. ഒന്നുകൂടെ ആലോചിക്കാം. നമ്മൾ പറഞ്ഞ ഇത്ര കാര്യം നമ്മൾ പറഞ്ഞോളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസുമായി നമ്മൾ പറഞ്ഞ കാര്യം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ വസ്തുതകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഒരുപാട് വാതകങ്ങളുടെ കമ്പൈൻ ഫോമാണ് എന്നുള്ള കാര്യം പറഞ്ഞു. വാട്ടർ വേപ്പർ ജലബാഷ്പത്തെക്കുറിച്ച് പറഞ്ഞു. അതിസൂക്ഷ്മ ഘടകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താ? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കാം? 2 ആയിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാ? ഒന്ന് കോൺസ്റ്റന്റ് ഗ്യാസ് ആണ്. ഏതൊക്കെയാണ് കോൺസ്റ്റന്റ്? സ്ഥിരമായി കാലങ്ങളായി അന്തരീക്ഷത്തിലെ അളവിൽ വ്യത്യാസമൊന്നും ഇല്ലാത്ത വാതകങ്ങൾ. എക്സാമിന് ചോദിക്കാം ഏതൊക്കെയാണ് ചുവടെ തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് ഗ്യാസസ് എന്ന് ചോദിക്കാം. അതേപോലെ അടുത്താണ് വേരിയബിൾ ഗ്യാസസ്, അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്ന വാതകങ്ങൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതുകൂടാതെ പർട്ടിക്കുലേറ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട് അതിസൂക്ഷ്മ കണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? ചോദിക്കാം.
നമ്മളിതിൽ ആദ്യം പറയാൻ പോകുന്നത് അതിസൂക്ഷ്മ കണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്ത് എന്തൊക്കെ വസ്തുതകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇറ്റ് ഇൻക്ലൂഡ്സ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആദ്യം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളുണ്ട്. ഏതാ ഉള്ളത്? പൊടിപടലങ്ങൾ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട്. അതിസൂക്ഷ്മ കണങ്ങൾ കാണപ്പെടുന്നുണ്ട്. സാൾട്ട് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ട്. ഉപ്പ് കണങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അന്തരീക്ഷ വാതകങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസിൽ ഉൾപ്പെടുന്ന മറ്റ് അതിസൂക്ഷ്മ കണങ്ങളിൽപ്പെട്ടതാണ് ഏത്? സാൾട്ട് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ട്. ദെൻ സ്മോക്ക് ആൻഡ് സൂട്ട് ഉണ്ട്. കരി തുടങ്ങിയ കാര്യങ്ങൾ, പുക തുടങ്ങിയ ഘടകങ്ങളുണ്ട്. ദെൻ വോൾക്കാനിക് ആഷ് ഉണ്ട്. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായും മറ്റും രൂപപ്പെടുന്ന വസ്തുക്കളുണ്ട്. അങ്ങനെ ഇത്തരം അതിസൂക്ഷ്മ കണങ്ങളാൽ നിറഞ്ഞത് കൂടിയാണ് പർട്ടിക്കുലേറ്റ് മാറ്റർ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളടാ. ക്ലാസിഫിക്കേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നിറഞ്ഞതാണെന്ന് പറഞ്ഞു. കമ്പോസ്ഡ് ഓഫ് ഗ്യാസസ്, ദെൻ വാട്ടർ വേപ്പർ, അതിസൂക്ഷ്മ കണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പർട്ടിക്കുലേറ്റ് മാറ്റർ ഒക്കെ ഉണ്ട്. ദെൻ നമ്മൾ പറഞ്ഞ എന്താ, ഈ ഗ്യാസിനെ പ്രധാനമായും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അത് നമ്മൾ കോൺസ്റ്റന്റ് ഗ്യാസിനെയും വേരിയബിൾ ഗ്യാസിനെയും കുറിച്ച് പറയുന്ന മുമ്പ് പർട്ടിക്കുലേറ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട് അതിസൂക്ഷ്മ കണങ്ങൾ, പുക, കരി, സൂട്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾ, സാൾട്ട് പാർട്ടിക്കിൾസ്, വോൾക്കാനിക് ആഷ് തുടങ്ങിയ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കണം, ഇനി പ്രധാനപ്പെട്ട ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ അടുത്ത പറയുന്നത് കോൺസ്റ്റന്റ് ഗ്യാസസ് ആണ്. സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്, ഇനി രണ്ടാമത് അളവുള്ളത് ഏത്, ആ കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടതുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ഗ്യാസ് എന്നുള്ളൊരു ഐഡിയ നമ്മളെ മനസ്സിലുണ്ട്. നമുക്ക് അറിയാമെന്നുള്ളതാ, ഒരുപാട് മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം. ഏതൊക്കെയാ? നൈട്രജൻ, ഓക്സിജൻ, ദെൻ ഏതാ? ആർഗൺ. ഈ 3 വാതകങ്ങളാണ് പ്രധാനമായും കോൺസ്റ്റന്റ് ഗ്യാസസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ സ്ഥിരവാതകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ 3 ആലോചിക്കണം. ഏതാ? N2 ഉണ്ട്, O2 ഉണ്ട്, AR ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ആർ കാൾഡ് ദ കോൺസ്റ്റന്റ് ഗ്യാസസ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയുടെ ചരിത്രം എടുത്താൽ ഇവ ഏകദേശം എല്ലാ സമയത്തും എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? സ്ഥിരമായിട്ടായിരിക്കും. അളവിൽ വലിയ രീതിയിലൊന്നും എന്ത് ചെയ്യത്തില്ല, വ്യത്യാസം കാണത്തില്ല. ആ കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൽ ഓരോന്നിൻ്റെ അളവ് എത്രയാണെന്നുള്ള കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതിലാദ്യം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ. നൈട്രജൻ ഇവിടെ കൊടുത്തിരുന്ന 78%. നമുക്കിവിടെ എന്ത് ചെയ്യണം? കറക്റ്റ് അളവ് ഒന്ന് നോട്ട് ചെയ്യണം. നൈട്രജൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. കറക്റ്റ് അളവ് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. 78.08% ആണ്. എത്രയാണ്? 78. ചിലപ്പോൾ ഓപ്ഷനിൽ 78.8, 78.008 അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് അളവ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എത്രയാണ്? 78.08% ആണ് നൈട്രജന്റെ അളവ് എന്നുള്ള കാര്യം നമ്മൾ എഴുതിയിരിക്കുക, ഒന്ന് ഓർത്തിരിക്കുക. ശ്രദ്ധിക്കുക, ഇത് പ്രധാനമായും വോൾക്കാനിക് ഇറപ്ഷന്റെ ഫലമായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അളവാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. എത്ര അളവ്? 78.8% ആണ് നൈട്രജന്റെ എന്ത് അളവ്. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവ് എത്രയാ? 21%. 21% ആണ്. അത് കറക്റ്റ് നമ്മൾ 21% അല്ല, നമ്മൾ റൗണ്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് 21% എന്ന് പറഞ്ഞത്. കറക്റ്റ് അളവ് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്സിജന്റെ അളവ് ചോദിച്ചാൽ നമ്മൾ പറയണം ഓക്സിജന്റെ അളവ് 20. SCRT പാഠഭാഗത്തിലൊക്കെ കറക്റ്റ് അളവ് പറയുന്നുണ്ട്. 20.95% ഓക്സിജന്റെ അളവ്. നമ്മൾ റൗണ്ട് ചെയ്താണ് എത്ര പറയുന്നത്? 21% എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജന്റെ അളവ് 20.95%. ഇനി നമുക്കറിയാം ഓക്സിജൻ എങ്ങനെയാണ് കൂടുതൽ ഉണ്ടാവുന്നുള്ള കാര്യം അറിയാം. ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെമിക്കലി വെരി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്നറിയപ്പെടുന്ന വാതകമാണ് എന്നറിയപ്പെടുന്ന ഓക്സിജൻ എന്നറിയപ്പെടുന്നത്. ഇത് പ്രധാനമായും ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഏതാണ്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തോസിസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഏത് പഠിക്കാറുണ്ട്? അതുമായി ബന്ധപ്പെട്ടൊക്കെ ഓക്സിജന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. നമ്മൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റന്റ് ഗ്യാസ് ഏതൊക്കെയെന്നാണ്. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റന്റ് ഗ്യാസസ് ഏതൊക്കെയെന്നാണ്. കോൺസ്റ്റന്റ് ഗ്യാസിൽ പ്രധാനപ്പെട്ടത് നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ആണ്? 78.8%, 78.08%. സെക്കൻഡ് ഓക്സിജൻ എത്രയാ? 20.95%, 20.95%. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ആർഗൺ ആണ്. ഏതാണ്? ആർഗൺ. ആർഗൺ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കണം. എത്രയാണ്? 0. ഇവിടെ ഉണ്ടല്ലേ, 0.93% ആണ് എന്നറിയപ്പെടുന്നത് ആർഗൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞ കാര്യം കോൺസ്റ്റന്റ് ഗ്യാസ് തിരിഞ്ഞു പോകരുത്. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ആണ്. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ തുടങ്ങിയവ. ഇത് നമ്മൾ അടുത്ത പറയുവാനായിട്ട് പോകുന്നത് വേരിയബിൾ ഗ്യാസസ് ആണ്. സ്ഥിരമായിട്ടല്ലാതെ അളവിലൊക്കെ വ്യത്യാസമൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏതാ?
ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അന്തരീക്ഷ താപനില കൂടുന്നതിൻ്റെ ഫലമായിട്ട്, അന്തരീക്ഷത്തിൽ ആഗോള താപനത്തിൻ്റെ ഫലമായിട്ട്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹരിതഗൃഹവാതകം ഗ്രീൻ ഗ്യാസ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. അതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് മനുഷ്യ പ്രവൃത്തിയുടെയൊക്കെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് സംഭവിക്കാറുണ്ട്, കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വേരിയബിൾ ഗ്യാസ് നമുക്ക് പറയാം. ദേ ആർ പ്രസൻറ്റ് ഇൻ സ്മാൾ ആൻഡ് വേരിയബിൾ ക്വാണ്ടിറ്റീസ്. അതായത് ഇതിൻ്റെ അളവ് എന്തായിരിക്കും? വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. എക്സാമ്പിൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വേരിയബിൾ ഗ്യാസസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, പ്രധാനപ്പെട്ട 3 പേരങ്ങ് പറയണം. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത മീഥൈൻ ആണ്. ഏതാണ്? മീഥൈൻ. ദെൻ ഓസോൺ ആണ്. ഏതാണ്? ഓസോൺ. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞേ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ, ദെൻ വാട്ടർ വേപ്പർ ആണ്, ജലബാഷ്പം. അപ്പോൾ വേരിയബിൾ ഗ്യാസ് പ്രധാനമായി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. 4 തിരിഞ്ഞു പോകരുത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ദെൻ ഏതാ? ഓസോൺ, വാട്ടർ വേപ്പർ തുടങ്ങിയവയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഈ വേരിയബിൾ ഗ്യാസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എൻവയോൺമെൻറ്റിനെയും ക്ലൈമറ്റ് ചേഞ്ചിനെയും പരിസ്ഥിതിയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഗ്യാസസ് ഒരിക്കലും കോൺസ്റ്റന്റ് ഗ്യാസസ് അല്ല. അതേതാണ്? വേരിയബിൾ ഗ്യാസസ് ആണ്. ഏതാണ്? വേരിയബിൾ ഗ്യാസ്. അപ്പോൾ പറയണം, വേരിയബിൾ ഗ്യാസസ് ആയിട്ടുള്ള ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ ആൻഡ് വാട്ടർ വേപ്പർ. ഇത് 3 എൻവയോൺമെൻറ്റിനെയും പിന്നെ ഏതിനെയും ആഗോള കാലാവസ്ഥാ മേഖലകളുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെയും വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അളവുകൾ മറക്കരുത്. നേരത്തെ പറഞ്ഞ അളവുകളൊന്ന് ഓർത്ത് നോക്കിയാടാ. നൈട്രജൻ എത്രയായിരുന്നു? 78.08% അല്ലേ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിജൻ എത്രയായിരുന്നു? 20.95% അല്ലേ. ഇനി നമ്മൾ അടുത്ത പറയാനായിട്ട് പോകുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. കോൺസ്റ്റന്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വേരിയബിൾ ഗ്യാസ് വളരെ കുറവാണ്. എത്രയാണ് അന്തരീക്ഷത്തിലുള്ളത്? 0.03% ആണ്. എത്രയാണ്? 0.03%. ഇനി ഇത് പറയണം, അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉള്ള എത്രാമത്തെയാണ്? 4-മത്തെയാണ് എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. 4-മത്തെ ഏറ്റവും വലിയ ഘടകമാണ് എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രധാന പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഹരിതഗൃഹവാതകമാണ്. ഏതാണ്? ഹരിതഗൃഹവാതകമാണ് എന്നറിയപ്പെടുന്നത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ദാറ്റ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഹരിതഗൃഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷ താപനില എന്ത് ചെയ്യുന്നു? ക്രമാതീതമായി കൂട്ടുന്ന ഒരു ഘടകമാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തിരിക്കുക? അറിഞ്ഞിരിക്കുക. ഹരിതഗൃഹവാതകം, പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷ താപനില എന്ത് ചെയ്യും? കൂട്ടാൻ കാരണമാകും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എന്തിൻ്റെ ഫലമായിട്ടാണ് അന്തരീക്ഷ താപനില ഇത് കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഒന്ന് ഡീഫോറസ്റ്റേഷൻ ആണ്. ഏതാണ്? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഇതിന് എന്തൊക്കെയാണ്? ഫോസിലുകളുടെയും ഫ്യൂവലുകളുടെയൊക്കെ എന്താണ്? അനാവശ്യമായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ അവ ഉരുകുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടൊക്കെ വലിയ തോതിൽ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എന്ത് ചെയ്യും? പുറത്തു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വസ്തുത അറിഞ്ഞിരിക്കുക. ദെൻ നമുക്ക് അടുത്ത പഠിക്കേണ്ട വേരിയബിൾ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് മീഥൈൻ ആണ്. ഏതാണ്? മീഥൈൻ. അപ്പം മീഥൈൻ്റെ അളവ് ഓർത്തിരിക്കുക, തിരിഞ്ഞു പോകരുത്. മീഥൈൻ്റെ അളവ് എത്രയാണത് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. മീഥൈൻ്റെ അളവ് എത്രയാ? 0.0002% ആണുള്ളത്. എത്രാമത്തെ എന്ന് വെച്ചാൽ നമുക്കൊരു 5-മത്തെയാണല്ലേ. ആദ്യത്തെ ഏതായിരുന്നു അളവ് കൂടുതൽ? ഓർത്ത് നോക്കിയേ, നൈട്രജൻ. പിന്നെ ഏതായിരുന്നു? ഓക്സിജൻ ആയിരുന്നു അല്ലേ. പിന്നെ ഏതായിരുന്നു? ആർഗൺ ആയിരുന്നു. ഏതായിരുന്നു? ആർഗൺ. അതിനുശേഷം നമ്മൾ പഠിച്ചത് വേരിയബിൾ ഗ്യാസിൽ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കുറവാണല്ലേ. എത്രയേ ഉള്ളൂ? 1% പോലും ഇല്ല. എത്രയാ? 0.0002% എന്ത്? മീഥൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് പോലെ തന്നെ മീഥൈനും എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഹരിതഗൃഹവാതകമാണ്. ഇതെന്ത് ചെയ്യും? മനുഷ്യ പ്രവൃത്തിയുടെ ഫലമായിട്ടൊക്കെ മീഥൈൻ എന്ത് ചെയ്യും? അന്തരീക്ഷ താപനില എന്തിന് കാരണമാകും? കൂടുന്നതിന് കാരണമാകും. ഇനി ഇത് പ്രധാനമായിട്ടും ഇത് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷനിലും കൂടാതെ ലാൻഡ് ഫിൽസിലും റൈസ് കൾട്ടിവേഷനിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? സാധാരണയായിട്ട് ഇത് കാണപ്പെടാറുള്ളതാണ്. അതായത് ഇറ്റ്സ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇതെന്താണ്? ഒരു ഹരിതഗൃഹവാതകമാണ്. വിച്ച് ഈസ് ഇൻക്രീസിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇത് എങ്ങനെയാണ് ഇതിൽ അന്തരീക്ഷത്തിൻ്റെ അളവ് കൂടുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതാ, മനുഷ്യനിർമ്മിത പ്രക്രിയകളാണ്, മനുഷ്യനാലുള്ള പ്രവൃത്തികളാണ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. എങ്ങനത്തെ ആക്ടിവിറ്റീസ്? സജാസ് ലാൻഡ് ഫിൽസ്, റൈസ് കൾട്ടിവേഷൻ, നാച്ചുറൽ ഗ്യാസ് സിസ്റ്റംസ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള മനുഷ്യ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ മീഥൈൻ്റെ അളവ് കൂടുന്നത് എന്നുള്ള വസ്തുത കൂടി അറിഞ്ഞിരിക്കുക.
ഇറ്റ് ഈസ് 20 ടൈംസ് മോർ പൊട്ടൻറ്റ് ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസിൻ്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റന്റ് ഗ്യാസസും വേരിയബിൾ ഗ്യാസിനെയും കുറിച്ചാണ്. വേരിയബിൾ ഗ്യാസിൽ രണ്ടാമത്തെ ഘടകമായ മീഥേനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീഥേൻ്റെ അളവ് മറക്കരുത്, 0.0002% ആണ് എന്നുള്ള വസ്തുത അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? ഓസോൺ. ഓസോണിനെ കുറിച്ചുള്ള വസ്തുതകൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ശ്രദ്ധിക്കുക. ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓസോൺ നിന്ന് അന്തരീക്ഷ പാളി ഏതാണെന്നാണ്. ഓസോൺ നിന്ന് അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അറ്റ്മോസ്ഫിയറിൽ ഏതാ? അതേതാ? ട്രോപ്പോസ്ഫിയർ ആണോ സ്ട്രാറ്റോസ്ഫിയർ ആണോ? ഒരിക്കലും തിരിഞ്ഞു പോകരുത്. അതേതാണ്? മത്സര പരീക്ഷകൾക്ക് കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാന്നുള്ള ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓസോണിന് പ്രത്യേകം എന്ന് ചോദിച്ചാൽ ഗുണമാണെന്ന് ചോദിച്ചാൽ ഗുണമാണ്, ദോഷമാണെന്ന് ചോദിച്ചാൽ ദോഷമാണ്. അതാണ് ഓസോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താ? ഇറ്റ് ഈസ് ബോത്ത് ബെനിഫിഷ്യൽ ആൻഡ് ഹാംഫുൾ ടു ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും ചില സമയങ്ങളിൽ ദോഷകരമായിട്ടും ബാധിക്കും, എങ്കിൽ ഗുണകരമായിട്ടും നമുക്ക് പ്രയോജനകരമാവുന്ന ഒന്നാണ് എന്നറിയപ്പെടുന്ന ഓസോൺ. ഇനി ഓസോണിന്റെ ഏകദേശം ഉയരം നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഏകദേശം 10 മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം എന്നുള്ള കാര്യം ഒന്ന് ഇത് ചെയ്യുക, ഓർത്തിരിക്കും. ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാ? ഏകദേശം എത്രയാണ്? 10 മുതൽ എത്രയാണ്? 50 കിലോമീറ്റർ ആണ്. സാധാരണ പരീക്ഷകൾക്ക് തിരിച്ചേ കൊടുക്കും. സ്ട്രാറ്റോസ്ഫിയർ അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്, തിരിച്ചു കൊടുക്കാറുണ്ട്. ഓസോണിന്റെ ഉയരമാണ് ഏത്? 10 മുതൽ എത്ര? 50 കിലോമീറ്റർ എന്ന് NCERT പാഠഭാഗം പ്രകാരം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. എത്രയാണ്? 10 മുതൽ 50 കിലോമീറ്റർ പരിധിയിലാണ് എന്ത് ചെയ്യുന്നത്? വ്യാപിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാമല്ലേ ഈ ഓസോൺ എന്ത് അബ്സോർവ് ചെയ്യും എന്ന് വെച്ചാൽ നമുക്കറിയാം. അൾട്രാവയലറ്റ് ലൈറ്റ്സിനെ എന്ത് ചെയ്യും? പ്രധാനമായിട്ടും എന്ത് ചെയ്യും? ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് ഓസോണിന് എന്താണ്? വളരെ കൂടുതലാണ്. അതായത് അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യാറുണ്ട്? ഭൂമിയിൽ സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു ഭാഗമാണ് എന്നറിയപ്പെടുന്നത് ഓസോൺ എന്നുള്ള കാര്യം എന്ത് ചെയ്തിരിക്കുക? ആലോചിച്ച് വയ്ക്കുക. ഈ ഓസോൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്, ഓസോൺ ഈസ് ആൾസോ ഫൗണ്ടഡ് ഇൻ, കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാ? രണ്ടാമത്തെ അന്തരീക്ഷ പാളിയ സ്ട്രാറ്റോസ്ഫിയർ ആണ്. പക്ഷെ ഇതിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ എവിടെയുണ്ട്? ട്രോപ്പോസ്ഫിയറിലും ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുക. അപ്പം നമ്മൾ ഓസോണുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. ഓസോണിന്റെ ഉയരം എത്രയാടാ? 10 മുതൽ 50 കിലോമീറ്റർ ആണ്. ഇതിന് എന്താ പറഞ്ഞേ? ഇത് ഉപയോഗമാണ്, ഹാംഫുള്ളും ആണ്, ബെനിഫിഷ്യലും ആണ് അല്ലേ? ഇനി ഇത് എന്തിനുള്ള കഴിവുണ്ട്? എന്തിനെ അബ്സോർവ് ചെയ്യും? അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതാണ് എന്നറിയും, മനുഷ്യ ജീവനങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്നറിയപ്പെടുന്നത് ഓസോൺ പാളി എന്നുള്ള കാര്യം. ഇനി ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ മാത്രമല്ല, എവിടെയും കാണപ്പെടാറുണ്ട്. ട്രോപ്പോസ്ഫിയറിൽ ഇതിന്റെ സാന്നിധ്യമുണ്ട്. ഇനി ഓസോണുമായി ബന്ധപ്പെട്ട് ചില വസ്തുക്കൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക. ഈ ഓസോൺ എന്ന് പറയുന്നത്, ഓസോൺ വാതകം കണ്ടുപിടിച്ച വ്യക്തികളുടെ പേരും ഒന്ന് ആലോചിച്ചിരിക്കണം. ഓസോൺ പാളി കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരും ഒന്ന് ഓർത്തിരിക്കണം. ഓസോൺ വാതകം, ഓസോൺ ഗ്യാസ് കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ, ആരാണ് ഫൗണ്ട് ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം അത് ഓസോൺ വാതകം കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഷോൺബേ ആണ്. ആരാണ്? ക്രിസ്ത്യൻ ഷോൺബേ എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്രിസ്ത്യൻ ഷോൺബെയിൻ എന്നൊക്കെ പറയാറുണ്ട്. ക്രിസ്ത്യൻ ഷോൺബേ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓസോൺ ഗ്യാസ് വാതകം എന്ത് ചെയ്ത് കണ്ടെത്തിയത്. ഓസോൺ പാളി കണ്ടെത്തിയവർ ആരെങ്കിലും ചോദിച്ചാൽ, ഓസോൺ ലെയർ കണ്ടെത്തിയത് ആരെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ചാൾസ് ഫാബ്രി. എൻ്റെ കൂടെ നിങ്ങൾ പറയാൻ ശ്രമിക്കണം. ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ്. ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസൺ. ഓർത്തിരുന്നാൽ മതി. ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂയിസൺ, ഈ 2 വ്യക്തികൾ ചേർന്നാണ് ഓസോൺ ലെയർ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട അന്തരീക്ഷത്തിലെ ഘടകമായ വാട്ടർ വേപ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. ഈ റീസെൻ്റായിട്ട് നടന്ന LDC എക്സാമിന് വാട്ടർ വേപ്പർ, ജലബാഷ്പത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചത്? എന്താ? വാട്ടർ കണ്ടന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ കാൾഡ് ഡാഷ് എന്നാണ് ചോദിച്ചത്. അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിന്റെ അളവിനെ പറയുന്ന പേരെന്ത്? അതിന്റെ ഇങ്ങനെ ഡെഫിനേഷൻ എന്നിട്ട് അത് എന്ത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. നമുക്കറിയാം എന്താ? ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്നുള്ളതാണ് ഉത്തരവല്ലേ? അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് അറിയപ്പെടുന്ന പേരാണ് ആർദ്രത, ഹ്യൂമിഡിറ്റി എന്നൊക്കെ നമ്മൾ പറയാം. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. നമുക്ക് വാട്ടർ വേപ്പർ, ജലബാഷ്പത്തെക്കുറിച്ച് പറയാം. ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളിൽ കാണപ്പെടുന്ന സ്ഥിരമായിട്ടില്ലാത്ത ഒരു വേരിയബിൾ ആയിട്ടുള്ള, കൂടുതലായി കാണപ്പെടുന്ന ഒരു വേരിയബിൾ അറ്റ്മോസ്ഫിയർ ഗ്യാസ് ആണ് എന്നറിയപ്പെടുന്ന വാട്ടർ വേപ്പർ. അതായത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് വേരിയബിൾ ഓഫ് അറ്റ്മോസ്ഫിയർ ഗ്യാസസ്. അതായത് വേരിയബിൾ ഗ്യാസിൽ വെച്ച് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വേരിയബിൾ ഗ്യാസ്, കൂടുതൽ കാണപ്പെടുന്ന വേരിയബിൾ ഗ്യാസ് ആണ് എന്നറിയപ്പെടുന്ന വാട്ടർ വേപ്പർ. ഇനി വാട്ടർ വേപ്പർ, ജലബാഷ്പത്തിന്റെ അളവ് ഓരോ മേഖലയിലും കൂടിയും കുറഞ്ഞു ഇരിക്കും. ഉദാഹരണത്തിന് ട്രോപ്പിക്കൽ റീജിയനിലുള്ള പോലെ ആയിരിക്കത്തില്ല ജലബാഷ്പം എവിടെ കാണപ്പെടുന്നുള്ളത്, പോളാർ റീജിയനിൽ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. അതുപോലെ ആയിരിക്കത്തില്ല ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണപ്പെടുന്നത്. അതിൽ എന്ത് ചെയ്യാം? വേരിയേഷൻസ് ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശ്രദ്ധിച്ചേ, ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം 0.02% ഇൻ പോളാർ റീജിയൻസ്. പോളാർ റീജിയൻസിൽ ഈ വാട്ടർ വേപ്പറിന്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്?
0.02% വരെയാണ്. പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ ധ്രുവപ്രദേശങ്ങളിലാണല്ലേ. അവിടെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ജലബാഷ്പത്തിന്റെ അളവിലല്ല, വാട്ടർ വേപ്പറിന്റെ അളവിലല്ല, അവിടെ മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ്. എന്ത് രൂപത്തിലാണ്? മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ്. നമ്മൾ ക്ലൈമറ്റ് റീജിയൻ ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ഉദാഹരണത്തിന് ഏതാ നമ്മുടെ തുന്ദ്ര കാലാവസ്ഥ, ക്ലൈമറ്റ് റീജിയനിൽ തുന്ദ്ര കാലാവസ്ഥ എന്ന് പറയുന്ന ക്ലൈമറ്റ് റീജിയൻ ഉണ്ടല്ലേ, നമ്മൾ ഡണ്ട്ര ഓർ തുന്ദ്ര ക്ലൈമറ്റ് എന്നൊക്കെ പറയും. പോളാർ റീജിയനിൽ ധ്രുവപ്രദേശത്തോട് ചേർന്ന് കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ്. അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ എങ്ങനെയാണ്? അവിടെ പ്രസിപ്പിറ്റേഷൻ, വർഷണം, എങ്ങനെ വാട്ടർ വേപ്പർ, ജലബാഷ്പമോ മഴയോ അല്ല, അവിടെ മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ്. അപ്പോൾ അവിടെ എത്ര നമ്മൾ പറഞ്ഞേ? 0.02% ഇൻ പോളാർ റീജിയൻ ടു 5% ഇൻ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ. അപ്പോൾ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻസിനകത്ത് എത്ര പെർസെൻറ്റേജ് വരെ കാണപ്പെടാറുണ്ട്? 5% വരെ കാണപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയൻ തന്നെ എടുക്കാം, ഭൂമധ്യരേഖ മേഖല തന്നെ എടുക്കാം. അവിടെ സൺറൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ ആയിട്ടായിരിക്കും അല്ലേ, സൂര്യപ്രകാശം ലംബമായിട്ടായിരിക്കും പതിക്കുന്നത്. അവിടെ ഉയർന്ന താപനിലയും ഉയർന്ന മഴയാണ്. അപ്പം ജലബാഷ്പത്തിന്റെ അളവ് അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ വസ്തുത ഒന്ന് ആലോചിച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ വാട്ടർ വേപ്പറിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വേരിയബിൾ ഓഫ് അറ്റ്മോസ്ഫിയർ ഗ്യാസസ്. ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം 0.02% in polar regions to 5% in humid tropical regions. It is also a greenhouse gas. ഇത് എന്ത് തന്നെയാണ്? വാട്ടർ വേപ്പർ, ഹരിതഗൃഹ. അപ്പോൾ ഏതൊക്കെ ഹരിതഗൃഹവാതകങ്ങൾ നമ്മൾ പറഞ്ഞത് ആലോചിച്ച് നോക്കടാ. കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? മീഥെയിൻ. ദെൻ ഇപ്പം നമ്മൾ ഏതാ പറഞ്ഞേ? വാട്ടർ വേപ്പറാണ് പറഞ്ഞത്. ഏതാണ്? വാട്ടർ വേപ്പർ. അപ്പോൾ ഈ സൗരവികിരണത്തെ, ഇൻസുലേഷനെയൊക്കെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് വാട്ടർ വേപ്പറിന് എന്താണ്? കൂടുതലാണ് എന്നുള്ള വസ്തുത കൂടി എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, എന്താ? വാട്ടർ കണ്ടന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ കാൾഡ് ഹ്യൂമിഡിറ്റി, ആർദ്രത. ഇത് PTO ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ആയിട്ട് LDC എക്സാമിന് ഒരു ഘട്ടത്തിൽ ചോദിച്ചതാണ്. വാട്ടർ കണ്ടന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ കാൾഡ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിനെ പറയുന്ന പേരാണ് എന്ത്? ആർദ്രത, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നു. ദെൻ നമുക്ക് ഇനി അടുത്ത പറയേണ്ടത് എന്താണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയർ വാട്ടർ. അതായത് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഏതൊക്കെ നമ്മൾ ഘടകങ്ങൾ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ടെമ്പറേച്ചർ, താപനില സ്വാധീനിക്കുന്നു. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അപ്പോൾ അറ്റ്മോസ്ഫിയർ വാട്ടർ, ജലബാഷ്പത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ദെൻ ഏതാ? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ്, അന്തരീക്ഷ അവസ്ഥകളാണ്. അന്തരീക്ഷ അവസ്ഥകൾ ഓരോ സമയത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും അല്ലേ. സൂര്യൻ്റെ അയനം, സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് അന്തരീക്ഷ അവസ്ഥകൾക്ക് എന്ത് ചെയ്യാം? മാറ്റം ഉണ്ടാവാം. അപ്പോൾ പറഞ്ഞ കാര്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയർ വാട്ടർ. അന്തരീക്ഷത്തിലെ ജലത്തെ, ജലബാഷ്പത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ടെമ്പറേച്ചർ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ദെൻ ഏതാ? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് അടുത്ത പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സാധാരണ PSC ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് അനിമോമീറ്റർ ചോദിച്ചിട്ടുണ്ട്, ബാരോമീറ്റർ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അതേപോലെ നമുക്ക് പഠിക്കേണ്ട അടുത്തൊരു മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്ത് മെഷർ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ആദ്യം ആലോചിക്കണം. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് അറിയപ്പെടുന്ന പേരാണ് ഏത്? ഹൈഗ്രോമീറ്റർ. നമ്മൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ഹൈഗ്രോമീറ്റർ ഇസ് ദ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് ഹ്യൂമിഡിറ്റി. ആർദ്രത എന്ത് ചെയ്യുന്നത്? ആർദ്രത മെഷർ ചെയ്യുന്ന, കാൽക്കുലേറ്റ് ചെയ്യുന്ന, അളക്കുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഏത്? ഹൈഗ്രോമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കറക്റ്റ് എമൗണ്ട് എവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നൈട്രജൻ എത്രയാ? 78.08% ആണ് കറക്റ്റ് വോളിയം അളവെന്ന് പറയുന്നത്. ഓക്സിജൻ എത്രയാടാ? 20.95% ഏത്? ഓക്സിജൻ എന്നറിയപ്പെടുന്നത്. ദെൻ ആർഗൺ എത്രയാ? 0.93%. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കറക്റ്റ് വാല്യൂ പറയുന്നുണ്ട്. എത്രയാ? 0.36. അടുത്തത് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ച് മറ്റു വാതകങ്ങളാണല്ലേ. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടത് കോൺസ്റ്റന്റും വേരിയബിളും ആയിട്ട് പറഞ്ഞതാണ്. ഇതിൽ ആദ്യത്തെ 4 എണ്ണമെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ.